ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ മേലുകാവ് മറ്റത്തിന് അടുത്തുള്ള ഇരുമാപ്ര എന്നുള്ള സ്ഥലത്താണ്. ഇരുമാപ്ര എന്നുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് ഞാനിവിടെ പറയുന്നത്. അവിടെ 2 സ്കൂളുകളുണ്ട്. 1922 നമ്മുടെ കോട്ടയം ജില്ലയിൽ ഏകദേശം ആദ്യമായിട്ട് സ്ഥാപിച്ച ഹെൻറി ബേക്കർ ആദ്യമായിട്ട് സ്ഥാപിച്ച ഒരു സ്കൂളാണ് ഈ കാണുന്നത്. നമ്മൾ റോഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന എത്ര വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണ് നിലവിലൂടെ നിൽക്കുന്നത്. നമ്മൾ ഈ ബോർഡ് കാണുമ്പോൾ ഇതിൽ കാണാൻ പറ്റും 1922 സ്ഥാപിച്ചപ്പോൾ അന്ന് സ്ഥാപിച്ച സ്കൂള് അതുപോലെ തന്നെ നിൽക്കുകയും ഇപ്പോൾ കുട്ടികൾ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാനും ഈ സ്കൂളിലാണ് എൻ്റെ ചെറിയ കാലത്തെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഈ LP സ്കൂൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് നല്ലൊരു വോളിബോൾ ഗ്രൗണ്ട് ഉണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇതിൽ സ്ഥിരമായിട്ട് കളികൾ നടക്കുകയും വർഷത്തിലൊരിക്കൽ നമ്മുടെ കോട്ടയം ജില്ലയിൽ നിന്നുള്ള വിവിധ ടീമുകൾ വന്ന് ഈ ഗ്രൗണ്ടിൽ വന്ന് വോളിബോൾ കളിക്കുകയും മത്സരമൊക്കെ നടത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതയും കൂടെ ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള ഗ്രൗണ്ടിലുണ്ടെന്നുള്ളതാണ്. 1922 സ്കൂള് അന്നത്തെ പണി അനുസരിച്ച് ഓടും തറയോടും മറ്റുമായിട്ട് അന്നത്തെ കാലത്തെ മരപ്പണികൾ ചെയ്ത് കട്ടികൂടിയ തടികൾ കൊണ്ടുള്ള നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ട് ഇപ്പോഴും അത് ഒരു കേടും കൂടാതെ അവിടെ നിലനിൽക്കുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമ്മളിത് കാണുന്നത്. ഇവിടെ ഇപ്പോഴും കുട്ടികൾ പഠിക്കുന്നത്. രണ്ടാമത് നമ്മൾ പരിചയപ്പെടുത്തുന്നതിന് അടുത്ത് തന്നെയുള്ള UP സ്കൂളാണ്. 1930 ആണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഹെൻറി ബേക്കറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഈ സ്കൂളിലും കുട്ടികൾ നിലവിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന. ഇത് പറയുന്നതിൻ്റെ കാരണം ഇന്ന് ഇവിടെ ഒരു കലോത്സവം, കുട്ടികളുടെ ഒരു കലാമേള നടക്കുകയാണ്. ഈ സ്കൂളിലും ഞാൻ പഠിച്ചതാണ്. ഇത്ര വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ സ്കൂളിൽ ഒരു കലാമേളയ്ക്ക് ഒരു വാർഷികത്തിന് പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൽ അത്യാവശ്യം കുട്ടികളും കുട്ടികളുടെ മാതാപിതാക്കളും എല്ലാവരെയും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഈ കലോത്സവത്തിലേക്ക് എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. അതുകൂടാതെ അതിന് തൊട്ടടുത്തായിട്ട് കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റലാണ് നമ്മളിവിടെ കാണുന്നത്. തൊട്ടടുത്ത് തന്നെ വികാരി അച്ഛൻ്റെ പാർസനേജ് ഉണ്ട്. ഇത് നല്ലൊരു ഹോസ്റ്റലും തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഇനി നമുക്ക് ഈ കലോത്സവം നടക്കുന്ന സ്കൂളിനകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഈ സ്കൂൾ കലോത്സവം നടക്കുന്ന ഈ സ്കൂളിൻ്റെ അകത്ത് കയറിയ സമയത്ത് അധ്യാപകരും കുട്ടികളും ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള വിവിധ ഇനം ബോർഡുകളും പഠന വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന രീതിയിലുള്ള പഠന വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളും അതുപോലെയുള്ള എഴുത്തുകളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതുകൂടാണ്ട് കുട്ടികൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിലുള്ള കലാ വർക്കുകൾ, ഭൂമിയായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ, മേഘങ്ങളും അതിൽ തുള്ളികളും മറ്റുമൊക്കെ ആയിട്ടുള്ള വർക്കുകൾ, മനോഹരമായ വർക്കുകളും നമുക്ക് ഈ കലോത്സവത്തോട് അനുബന്ധിച്ച് നമുക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്കൂളിൻ്റെ ഹാളിനും ചുറ്റും ഇതിനകത്ത് നമുക്ക് ഈ കുട്ടികളുടെ കലാപരമായിട്ടുള്ള സൃഷ്ടികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് നടക്കുന്ന ഈ കലോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇതിൽ പങ്കെടുക്കുവാനായിട്ട് സാധിച്ചതിൽ ഇതിനനുവാദം തന്നതായിട്ടുള്ള ഇതിൻ്റെ അധ്യാപകരോടും ഇതിൻ്റെ മാനേജരോടും അതുമായിട്ട് ബന്ധപ്പെട്ട PT അംഗങ്ങളോടും കുട്ടികളോടും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരോടും എൻ്റെ പ്രത്യേകം നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. ഇത്ര വർഷത്തിൽ പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ അവിചാരിതമായിട്ടൊരു വീഡിയോ തയ്യാറാക്കാനായിട്ടൊരു അവസരം കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. അതിന് ഞാൻ എല്ലാവരോടും എൻ്റെ നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. അവിടെ കുഞ്ഞു കുട്ടികളുടെ പ്രോഗ്രാം ഉടനെ തന്നെ നടക്കുന്നുണ്ട്. സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. അതുകൂടാതെ ഈ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന മീറ്റിങ്ങിൽ ഇതിൽ പങ്കെടുക്കുന്ന ടീച്ചേഴ്സും PT അംഗങ്ങളും ഒരു മാനേജരും അതുപോലെയായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ ടീച്ചേഴ്സൊക്കെ നടത്തുന്ന ഈ ഒരു മീറ്റിങ്ങിൽ നമ്മളിപ്പോൾ പങ്കെടുക്കാൻ പോവുകയാണ്. മീറ്റിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് കുഞ്ഞു കുട്ടികൾ തയ്യാറാക്കിയിട്ടുള്ള പടങ്ങളും അവർ പ്രദർശിപ്പിച്ചിരിക്കുന്ന പാഠ്യേതര വിഷയങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മീറ്റിങ്ങിലേക്ക് പ്രവേശിക്കാം. கர்த்தாவின் சன்னிதானங்களை வணக்கம்.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കാലകാലങ്ങളിൽ ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് അക്ഷരാഭ്യാസവും അറിവും ജ്ഞാനവും നൽകി തന്ന് വളർത്തുന്ന കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ 2 സ്കൂളുകളുടെയും സംയുക്തമായിരിക്കുന്ന വാർഷികം കൊണ്ടാടുമ്പോൾ ദൈവത്തിൻ്റെ കൃപകളോട് കൂടിയിരിക്കണം. കടന്നു വന്ന എല്ലാ പേരൻസിനെയും എൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കടന്നു വന്നായിരിക്കുന്ന ഞങ്ങളുടെ മാനേജർ ജെസിമാടത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്കൂളിൻ്റെ എച്ച്എമ്മിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ചർച്ച് വാർഡിനെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. PTA പ്രസിഡന്റിനെ എൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കടന്നു വന്നതായിരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും കുഞ്ഞുങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിമിതമായിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ വളരെ അനുഗ്രഹമായി കുഞ്ഞുങ്ങളെ പഠിക്കുവാനും ഉയർച്ച പ്രാപിപ്പാനും എല്ലാവരും ഒരുപോലെ സഹായിച്ച് അനുഗ്രഹിക്കണം. ഇന്നത്തെ എല്ലാ പ്രോഗ്രാമുകളിലും കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും കൂടിയിരിക്കണം. മിശിഹാ തമ്പുരാന്റെ വിലയേറിയ നാമത്തിൽ പിതാവേ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഈ സമയത്ത് സ്വാഗതത്തിൻ്റെ വാക്കുകൾ പറയുവാൻ ശ്രീമതി ബിജിമോൾ PP, HM, CMS UP സ്കൂൾ, എരുമാപ്പള്ളി. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഈസ്റ്റ് കേരള ഡയോസ് മാനേജർ ജെസി മാഡം, നമ്മുടെ റോയി അച്ഛൻ, PTA പ്രസിഡന്റ്, ചർച്ച് വാർഡൻ റാണി ടീച്ചർ, PTA പ്രസിഡന്റ്, അതുപോലെ രക്ഷകർത്താക്കളെ, കുഞ്ഞുങ്ങളെ, എൻ്റെ സഹപ്രവർത്തകരെ, നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. 94 വർഷം മുമ്പ് നമ്മുടെ പിതാക്കന്മാർ പടുത്തുയർത്തിയ ഈ സ്കൂളിൽ രാജ്യത്തിൻ്റെ എന്നല്ല ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ മർമ്മപ്രധാനമായി ജോലികൾ ചെയ്യുവാൻ ധാരാളം പേർക്ക് സാധിച്ചു, പ്രയോജനപ്പെട്ടു എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാനാവില്ല. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഏതൊരാളും തങ്ങളുടെ വളർച്ചയ്ക്കും സ്വഭാവ രൂപീകരണത്തിനും ഇടയാക്കിയ സ്കൂളിനെ ഒരിക്കലും മറക്കാനാവുകയില്ല. ആ സ്കൂളിൻ്റെ വികസനത്തിൽ ഓരോ വ്യക്തിക്കും തൻ്റേതായ പങ്കുണ്ട്, പ്രാധാന്യമുണ്ട്. എന്നാൽ ഇവിടുത്തെ കാര്യം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സ്കൂളിൽ നിന്നും പഠിച്ചുപോയ അനേക വിദ്യാർത്ഥികളുണ്ട്. അതൊന്നും പിന്നീട് തിരിഞ്ഞു നോക്കുന്നതായിട്ട് കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഈ വർഷം ഇവിടെ 20 കുട്ടികളാണ്. സ്കൂളിൽ തുടങ്ങിയപ്പോൾ 32 കുട്ടികളോളം ഉണ്ടായിരുന്നു. അതിനുശേഷം TC മേടിച്ച് പോയി ഇപ്പോൾ 20 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. ഈ 20 കുട്ടികളിൽ 8 പേർ മാത്രമേ നമുക്ക് വീട്ടിൽ നിന്ന് മാറ്റുന്നവരായിട്ടുള്ളൂ. ബാക്കി എല്ലാ കുട്ടികളും ഹോസ്റ്റലിലുള്ള കുട്ടികളാണ് നമുക്കിവിടെ ഉള്ളത്. ഈ ഹോസ്റ്റലിൽ വരുന്ന കുട്ടികളുടെ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എഴുതാനും വായിക്കാനും അറിയാവുന്നവർ ആകെ 1-2 മാത്രം. പിന്നീട് സ്കൂൾ തുടങ്ങുന്ന ജൂൺ മുതൽ ഞങ്ങൾ അക്ഷരം മുതൽ പഠിപ്പിച്ചാണ് ആ കുഞ്ഞുങ്ങളെ ഈ വിധത്തിൽ എഴുതാനും വായിക്കാനും പഠിച്ചു വരുന്നത്. ഇപ്പോൾ 7ാം ക്ലാസ്സിൽ നിന്ന് 7 കുട്ടികളാണ് ഈ വർഷം പോകുന്നത്. അവരെല്ലാവരും തന്നെ നല്ല സ്പീഡിലല്ലെങ്കിലും വായിക്കാൻ പഠിച്ചാണ് പോകുന്നത്. ഇനി അവർ തുടർന്നുള്ള ജീവിതം എവിടെ പോയാലും നന്നായിട്ട് നിന്നാൽ നിങ്ങൾക്ക് ഇവിടെ എവിടെയാണെങ്കിലും തുടർന്ന് പോകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു സംശയമില്ല. ഇവിടെ ഈ വർഷം ഞങ്ങൾക്ക് നല്ല ഒരു ബാത്റൂമും അതുപോലെ തന്നെ ഒരു പാചകപ്പുരയും നമുക്ക് ഈ വർഷം ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു പാചകപ്പുര ഇല്ലായിരുന്നു. ഒരു മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് നല്ലൊരു പാചകപ്പുരയാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ നല്ല ഒരു ബാത്റൂമും. ഇനി നമുക്ക് നന്നാക്കേണ്ടത് നമ്മുടെ സ്കൂളുണ്ട്. അതിന് ഞങ്ങൾ മാനേജരോട് പറഞ്ഞിട്ടുണ്ട്. മാനേജർ അതിന് ശരിയാക്കി തരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതിൻ്റെ പുറത്തൊക്കെ ചെതറി പിടിക്കുകയും ഒക്കെ ഉണ്ട്. അതെല്ലാം അത് ശരിയാക്കി തരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ ഈ വെക്കേഷന് ശരിയാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായിട്ട് സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ ഈസ്റ്റ് കേരള ഡയോസ് മാനേജറായിരിക്കുന്ന ജെസി മാഡത്തിനാണ്. സത്യത്തിൽ ഗവൺമെൻറ് തലത്തിൽ ഏറ്റവും ഉന്നത തലത്തിൽ നിന്ന് റിട്ടയറായ ബഹുമാനപ്പെട്ട ജെസി ടീച്ചർ അതിൻ്റേതായ യാതൊരു ഗമയോ അഹങ്കാരമോ ഒന്നും ഇല്ലാതെ ഞങ്ങൾക്ക് എപ്പം വിളിച്ചാലും ഒരു സഹോദരിയോട് സംസാരിക്കുന്നത് പോലെ വിളിച്ചാൽ വളരെ കാര്യമായിട്ട് ഏത് നിസ്സാര കാര്യവും ചോദിച്ചാലും അതിനെല്ലാം നല്ല തക്കതായ
നമുക്ക് വേണ്ട വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ തരികയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന, ഏറ്റവും അത്യാവശ്യം അതാണ്, ഓരോ വിഷമഘട്ടത്തിൽ വിളിക്കുമ്പോൾ അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഫോണെടുക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജെസ്സി മാഡത്തിനെ ഈ മീറ്റിങ്ങിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം പറയാനുള്ളത് നമ്മുടെ ലോക്കൽ മാനേജറായിരിക്കുന്ന റോയി അച്ഛനോടാണ്. റോയി അച്ഛൻ ഞങ്ങളുടെ ഈ സ്കൂളിലെ ഒരംഗം തന്നെ. എപ്പോൾ ചില വിഷമപ്പെടുന്ന സമയത്തൊക്കെ ഓടിച്ചെന്ന് അച്ഛനോട് പറഞ്ഞാലും അച്ഛനോടനെ പറയും, പേടിക്കൊന്നും വേണ്ട. അത് കേൾക്കുന്നത് തന്നെ നമുക്കൊരു വലിയൊരു ആശ്വാസമാണ്. അച്ഛന് എല്ലാ കാര്യത്തിലും 3 വർഷം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. 3 വർഷവും ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അച്ഛനെയും ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യാനുള്ളത് PTA പ്രസിഡൻ്റാണ്. PTA പ്രസിഡന്റ് ഇവിടെ അടുത്തായതുകൊണ്ട് ഹോസ്റ്റൽ വാർഡനും ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ വിളിച്ചാലും, ഇന്ന് രാവിലെ ആണെങ്കിൽ ഞാൻ രാവിലെ വന്നു ഓരോ കാര്യത്തിന് വിളിച്ചു, അപ്പോൾ തന്നെ ഇപ്പം വരാൻ ടീച്ചറെ എന്ന് പറഞ്ഞ് ഓടി വരികയും അതിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിക്ക് ചിക്കൻ സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ PTA പ്രസിഡൻ്റാണ്. അതുപോലെ ഓരോ കാര്യത്തിനും പിള്ളേരെയൊക്കെ ഇവിടുന്ന് സ്പോർട്സിന് കൊണ്ടുപോകണമെങ്കിലും എല്ലാം നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, നമുക്ക് ഇത്രയും ദൂരമാണ്. അതിനെല്ലാം ഞങ്ങളോടൊപ്പം നിൽക്കുന്ന PTA പ്രസിഡൻ്റാണ്. PTA പ്രസിഡൻറ്റിനെയും ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ ചർച്ച് വാർഡനോടാണ്. ചർച്ച് വാർഡൻ ഈ വർഷം ആദ്യം മുതൽ തന്നെ നമ്മുടെ ഈ സ്കൂളിൽ വരികയും ഏത് പരിപാടിക്ക് വിളിച്ചാലും വരികയും നമുക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരികയും ചെയ്യുന്നുണ്ട്. ഈ കൊച്ചിനെ ഇവിടെ കൊണ്ടുപോയി അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരുന്ന കൊച്ചാണ്. അതിന് ഈ വർഷം ഇവിടെ കൊണ്ട് ചേർക്കുകയും നമ്മുടെ സ്കൂളിലെ എല്ലാ കാര്യത്തിനും ഓടി വന്ന് ഞങ്ങളെ സഹായിക്കുകയും വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരികയും, അതുപോലെ ഇന്നത്തെ പച്ചക്കറി അമ്മ, ഇത് ചർച്ച് വാർഡൻ്റെ അമ്മ പറഞ്ഞു ഞങ്ങൾ മേടിച്ചു തന്നോളാം എന്ന്, അത് കൃത്യസമയത്ത് തന്നെ കൊണ്ടെത്തിക്കുകയും ബാക്കി എല്ലാ കാര്യങ്ങളും ആദ്യം മുതൽ തന്നെ ഓരോ ഫംഗ്ഷനും വേണ്ട സഹായം ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ചർച്ച് വാർഡിനെയും ഈ സമയം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ റാണി ടീച്ചറിനാണ്. റാണി ടീച്ചർ ഞങ്ങൾക്ക് എപ്പോഴും, ഞങ്ങളുടെ അയൽവക്കക്കാരായിരുന്നു, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വരികയും നടക്കുകയും എല്ലാം ചെയ്യുന്നു. ടീച്ചറിനെയും ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തായിട്ട് ഷാൻഡി മെമ്പർ വന്നില്ല. മെമ്പറുടെ അഭാവത്തിന് മെമ്പറിനെയും ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ PTA ഭാരവാഹികളോടാണ്. എല്ലാവരും കുറച്ച് ഇന്നലെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇന്നത്തെ പാചകത്തിന് വിറകില്ലായിരുന്നു. അപ്പം വിറകില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് നമുക്ക് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് ഓട്ടോയ്ക്ക് കുറച്ച് വിറകൊക്കെ കൊടുത്ത് വിട്ട് അങ്ങനെ ഓരോ കാര്യത്തിനും ഞങ്ങളെ വേണ്ട വിധം സഹായിക്കുകയും ചെയ്യുന്ന PTA അംഗങ്ങളോടെല്ലാം എൻ്റെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതോടൊപ്പം മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് സ്വാഗതം പറയാനുള്ളത് നമ്മുടെ ഇവിടെ പഠിച്ചുപോയ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ജോൺസൺ സാർ. പോലീസിൽ നിന്ന് റിട്ടയർ ആയതാണ്. യൂട്യൂബൊക്കെ പിടിക്കുന്നുണ്ട്, ഒരു ചാനലുണ്ട്. ഇന്നലെ അറിഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ കുറച്ചുകൂടി ഒന്ന് ഒരുങ്ങി വന്നേനായിരുന്നു. അപ്പോൾ ഇന്നലെ പറയാത്തതിൻ്റെതായ ഒരു വിഷമം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങളെല്ലാവരും പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. എന്നാലും ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് വന്നതിന് നന്ദി പറയുന്നു. അതോടൊപ്പം ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യാനുള്ളത് എൻ്റെ സഹപ്രവർത്തകരോടാണ്. ഞാൻ കുറച്ച് ദിവസം ലീവായിരുന്നു എങ്കിലും അതിൻ്റെതായ ഒരു കുറവില്ലാതെ എല്ലാവരും ഒന്നുപോലെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി നോക്കി നടത്തുകയും ചെയ്ത LPയിലും UPയിലുമുള്ള എൻ്റെ എല്ലാ സഹപ്രവർത്തകരോടും, ആ സഹപ്രവർത്തകരുടെ പിന്തുണയാണ് സത്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നതിന് യാതൊരു സംശയവുമില്ല. ഏത് കാര്യം പറഞ്ഞാലും അവർ ആരും ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. വളരെ സ്നേഹത്തോടെ എന്നോട് ഇടപെടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങളെ എല്ലാവരെയും
ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. വാർഷിക റിപ്പോർട്ടാണ് പറഞ്ഞല്ലോ. വാർഷിക റിപ്പോർട്ട് LP സ്കൂളിൻ്റെ ഇപ്പോഴും വായിക്കുന്നതാണ്. ഇത്രയും ബഹുമാനപ്പെട്ട ലോക്കൽ മാനേജർ റവറൻഡ് റോയ് മോനച്ചൻ, കോർപ്പറേറ്റ് മാനേജർ ശ്രീമതി ജെസി ജോസഫ്, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, 2023-24 വർഷത്തെ CMS LP സ്കൂൾ ഇരുമാപ്രയുടെ സ്കൂൾ വാർഷിക റിപ്പോർട്ട് വായിക്കാം. CMS LPS ഇരുമാപ്ര 2023-24 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. ജ്ഞാനിയെ പ്രബോധിപ്പിക്കുക, അവൻ്റെ ജ്ഞാനം വർദ്ധിപ്പിക്കും. നീതിമാനെ ഉപദേശിക്കുക, അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും. സദൃശ്യവാക്യങ്ങൾ 9:9. ദൈവകൃപയാൽ കഴിഞ്ഞ 102 വർഷമായി ഇരുമാപ്രയിൽ അറിവിൻ്റെ വെളിച്ചം പകർന്നുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന വിദ്യാലയമാണ് ഇരുമാപ്ര CMS LP സ്കൂൾ. മാനേജ്മെൻറ്റ് CSI ഈസ്റ്റ് കേരള ഡയോസിസ് ബിഷപ്പ് അഭിനന്ദ റൈറ്റ് റവറൻഡ് VS ഫ്രാൻസിസ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്തത് ഇതിൽ എഴുതിയിരിക്കുന്നത് അധ്യക്ഷ പ്രസംഗമാണ്. എനിക്കറിയാം, അധ്യക്ഷ പ്രസംഗം കേൾക്കാനായിട്ടല്ല ഇരിക്കുന്നത്. അതിനുശേഷം എന്നാണ്ട് എന്നാ നല്ല കുഞ്ഞുങ്ങളാന്ന് പറഞ്ഞേ. എന്തുകൊണ്ട് കലാപരിപാടി നിങ്ങളതിന് വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങളുടെ ആ കഴിവുകളൊന്ന് പ്രദർശിപ്പിക്കാനായിട്ടുള്ള വെമ്പലിൽ നിങ്ങളിരിക്കുകയാണ്. ഞാൻ അധ്യക്ഷ പ്രസംഗമായിട്ട് അധികം ഒന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന, ഏറെ സ്നേഹവും ബഹുമാനവും ഉള്ളതായിരിക്കുന്ന വ്യക്തിത്വങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈസ്റ്റ് കേരള ഡയസിൻ്റെ സ്കൂൾ കോർപ്പറേറ്റ് മാനേജറായിട്ട് പ്രവർത്തിക്കുന്ന ജെസി മാഡം, നമ്മുടെ അച്ഛന്മാർ, നമ്മുടെ ചേർച്ചിൻ്റെ വാർഡൻ, ഹോസ്റ്റലിൻ്റെ വാർഡൻ, എല്ലാ പ്രിയപ്പെട്ട മക്കളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ വേദപുസ്തകത്തിൽ ഒരു ചെറിയ കഥയുണ്ട്. ആ ഒരു കഥ മാത്രം പറഞ്ഞിട്ട് അത് 2 കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരിക്കലും ഒരു സോക്രട്ടീസിൻ്റെ അടുത്ത് ഒരാൾ എന്നിട്ട് ചോദിച്ചു, എനിക്ക് കൂടുതൽ അറിവ് നേടാനായിട്ട് ഞാൻ എന്നാ ചെയ്യണം? ശ്രദ്ധിക്കട്ടെ കുഞ്ഞുങ്ങളെ, ശ്രദ്ധിച്ച്. കൂടുതൽ അറിവ് നേടാൻ എന്നാ ചെയ്യണം? മൊബൈൽ എടുക്കണം അല്ലേ? 2 കുത്തു കുത്തണം, അറിവ് ചാടി വരും. അന്ന് ഇതൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് സോക്രട്ടീസ് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു ടാങ്കിലെ വെള്ളത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ തല മുക്കി പിടിച്ചു. കൂടുതൽ അറിവ് നേടാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ സോക്രട്ടീസ് ചെയ്ത് എന്നതാ, അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒരു ബക്കറ്റിലെ വെള്ളത്തിനകത്ത് ഈ ചോദിച്ച ആളുടെ തല മുക്കി പിടിച്ചു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത് കാണും? തല വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുവാനായിട്ട് ശക്തമായിട്ട് പരിശ്രമിച്ചു. അപ്പം വിദ്യാർത്ഥിയായിരിക്കുന്നതിൻ്റെ കാരണം അതികഠിനമായിരിക്കുന്ന പരിശീലനത്തിലൂടെ വിദ്യ നേടുക എന്നുള്ള. വിദ്യാർത്ഥി എന്ന വാക്കിൻ്റെ അർത്ഥം വിത്ത് എന്ന് പറഞ്ഞാൽ ജ്ഞാനം, അർത്ഥിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ യാചിക്കുന്നവൻ. ജ്ഞാനം യാചിക്കുന്നവനാണ് വിദ്യാർത്ഥി. പറഞ്ഞല്ലോ, മനസ്സിലായോ? അറിവ് യാചിക്കുന്നവനാണ് ആര്? വിദ്യാർത്ഥി. അപ്പൊ അറിവ് പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? അധ്യാപകൻ. അപ്പൊ ഈ ഒരു വ്യത്യാസം ഇന്ന് കുറഞ്ഞു വരുന്ന ഒരു സമൂഹത്തിലാണ് ഞാൻ നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസത്തിലെ കഥയിലേക്ക് തന്നെ വരാം. കർത്താവ് ഒരിക്കൽ അനേകം ആളുകളോട് സംസാരിച്ചു കൊണ്ടിരുന്ന സമയം പോയതായിരിക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷിക്കാനില്ല. ആ സമയത്ത് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ. അപ്പോൾ 2 അധ്യാപകർ അവിടെയുണ്ട്. അവര് വന്നിട്ട് 2 പേര് 2 വ്യത്യസ്ത അഭിപ്രായമാണ് പറയുന്നത്. ഒരാൾ പറഞ്ഞു, ഇത് 5000-ൽ പരം പുരുഷന്മാർ തന്നെയുണ്ട്, നാം എവിടുന്ന് പോയി ഇവർക്ക് ഭക്ഷിക്കാനായിട്ട് കൊടുക്കും? നല്ല കണക്കപ്പിള്ളയാണ്. അദ്ദേഹം എല്ലാം പെട്ടെന്ന് കൂട്ടി നോക്കി എന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയധികം ഭക്ഷണ സാധനങ്ങൾ നമുക്ക് വേണം, അപ്പൊ അത് കൊടുക്കുവാൻ അസാധ്യമാണ്, വൈകുന്നേരമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ മറ്റൊരു ശിഷ്യൻ ആ സമയത്ത് ഒരു കൊച്ചു പയ്യനെ കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ അടുത്ത് വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഇവന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. ഈ
5 അപ്പവും 2 മീനും കരുതിയ ആളെ വിദ്യാർത്ഥിയായിട്ടും അവരെ ശ്രേഷ്ഠ ഗുരുവിൻ്റെ അരിക്കൽ കൂട്ടിക്കൊണ്ടുവന്ന വ്യത്യസ്തരായിരിക്കുന്ന ആ 2 പേരെ അധ്യാപകരായിട്ടും ഞാൻ കാണുകയാണ്. ഇവിടെ അധ്യാപകന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്നതിൻ്റെ അരികിലേക്ക് ഒരു വിദ്യാർത്ഥിയെ കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ ഉള്ളിൽ അനേക കഴിവുകൾ ഉണ്ട്. ഇപ്പോഴും നമ്മുടെ മധ്യത്തിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സാറ് SI ആയിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ SI ആയിട്ട് റിട്ടയർഡ് ചെയ്തയാളാണ്. അദ്ദേഹം 1969 ഇവിടെ പഠിക്കാനായിട്ട് വന്നതാണ്, 4ാമത്തെ വയസ്സിൽ. അദ്ദേഹം രാവിലെ എന്നോട് പറഞ്ഞ എന്നെ 1 വയസ്സ് മുമ്പ് കൊണ്ട് ചേർത്തു. അദ്ദേഹം ഇപ്പൊ പ്രയാസപ്പെടുന്നുണ്ട്, എനിക്ക് 1 വർഷം മുമ്പ് റിട്ടയർ ചെയ്യേണ്ടി വന്നെന്ന് പറഞ്ഞു. രാവിലെ എന്നോട് പറഞ്ഞ അച്ഛൻ എനിക്ക് 1 വർഷം പോയി കിട്ടി, 1 വർഷം നേരത്തെ കയറി കുഴപ്പമില്ല. അദ്ദേഹം ഇവിടെ പഠിച്ച ആളാണ്, 69 ഇവിടെ വന്ന് ജോയിൻ ചെയ്ത ആളാണ്. അപ്പൊ ഇന്ന് അദ്ദേഹം ഈ സ്കൂളിൽ പഠിച്ച് പോലീസുകാരനായി, SI ആയി, ജീവിതത്തിൽ റിട്ടയർഡായി. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിന്റെ മക്കൾ 3 പേരാണ്. 3 മക്കളും ഒരുമിച്ച് അദ്ദേഹത്തോട് അസൂയപ്പെടുന്ന ഒരു മക്കളാണ് 3 പേര്. കാരണം അവർക്കുള്ളതിനേക്കാൾ ഫോളോവേഴ്സ് പപ്പായ്ക്കുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും പപ്പായുടെ അടുത്ത് പരാതി പറഞ്ഞു. ശരിയല്ലേ സാറേ? അവര് നമ്മുടെ പ്രായത്തിലുള്ളവരാണ്, പക്ഷെ പപ്പായ്ക്ക് ഞങ്ങളെക്കാളും ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സംഭവം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നതാണ് വിദ്യാഭ്യാസം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ കഴിവുള്ള ആളുകളല്ല. ചിലർക്ക് വായിക്കാൻ നല്ല എളുപ്പമായിട്ട് സാധിക്കും, ചില ആളുകൾക്ക് നന്നായിട്ട് പാടുവാനായിട്ട് സാധിക്കും, ചില ആളുകൾക്ക് നല്ല സ്പോർട്സിൽ അതേ പെർഫോം ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എന്താണോ കഴിവുകൾ ഉള്ളത് അത് പുറത്തു കൊണ്ടുവന്ന് ആ രീതിയിൽ അവർ വളർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തില് സഭ വളരെയധികം സ്ട്രെയിൻ ചെയ്താണ് ഓരോ സംഭവങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കുവാനായിട്ട് പാടില്ല. നമുക്ക് കുഞ്ഞുങ്ങൾ കുറവാണ്, അതിന് പല കാരണങ്ങളുണ്ട്. മറ്റേ സ്കൂളുകളെ തട്ടിച്ചു നോക്കുമ്പോൾ പഴയ ബിൽഡിങ്ങുകൾ, പഴയ കാര്യങ്ങൾ, അപ്പോഴൊരു പകിട്ടില്ലായ്മ നമ്മുടെ സ്കൂളുകൾക്കുണ്ട്. എന്നാൽ വിദ്യാഭ്യാസത്തിന്റെ അവരുള്ളിലുള്ളതായിരിക്കുന്ന കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നതാണ് വിദ്യാഭ്യാസമെങ്കിൽ നല്ല നല്ല എഞ്ചിനീയർമാർ നമ്മുടെ മധ്യത്തിൽ ഇരിപ്പുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഇരിപ്പുണ്ട്. നന്നായിട്ട് പാടുവാൻ, നന്നായിട്ട് വാദ്യം വായിക്കുവാൻ, നന്നായിട്ട് ഡാൻസ് കളിക്കുവാൻ അറിയാവുന്ന കുഞ്ഞുങ്ങൾ ഇതിനകത്തിരിപ്പുണ്ട്. അപ്പൊ അവരെ അത് കണ്ടെത്തുകയും അത് വളർത്തുകയും അതിനെ കൂടുവാനായിട്ട്, പുഷ്പിക്കുവാനായിട്ട് അനുവദിക്കുകയും ചെയ്യുമ്പോൾ അതാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്ന കഥയില് ഫിലിപ്പോസ് ആ പയ്യനെ കൂട്ടിക്കൊണ്ടുവന്ന് ദൈവന്റെ കയ്യില് 5 അപ്പവും 2 മീനും ഉണ്ട് എന്ന് പരമഗുരുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് പറയുമ്പോൾ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്നവന്റെ കരങ്ങളിലേക്ക് കുഞ്ഞുങ്ങളെ എത്തിപ്പെടുവാൻ, കൊണ്ടുചെല്ലുവാൻ സാധിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ സ്കൂളിന് അഭിമാനമാണ്. ഈ കുഞ്ഞുങ്ങൾ നാളെ വളർന്നു വരുമ്പോൾ ആരായിത്തീരുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ഇന്ന് നമ്മളെ പറഞ്ഞു കൊടുക്കുന്ന, ഇന്നും നമ്മുടെ എല്ലാം ഉള്ളില് നമ്മൾ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഗുരുക്കന്മാരെ നമുക്ക് അറിയാനായിട്ട് പറ്റും. എന്നാൽ ഡിഗ്രിയൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് അവരെ പഠിപ്പിച്ച ആളുകളൊന്നും മനസ്സിലാക്കാണ്ട് സാധിക്കില്ല, അറിയില്ല, പേരറിയില്ല. പക്ഷെ 1ൽ പഠിപ്പിച്ച ആളെ ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ക്ലാസ് ടീച്ചർ സഹിതം നമ്മൾ പറയും. അപ്പോൾ ഈ വളർന്നു വരുന്ന ഘട്ടത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന കഴിവുകളുള്ള, വ്യത്യസ്തമായിരിക്കുന്ന അഭിരുചികളുള്ള, വ്യത്യസ്തമായിരിക്കുന്ന മേഖലകളിൽ കടന്നു പോകുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു കണ്ടെത്തൽ നടത്തുവാൻ ടീച്ചേഴ്സിനും അത് ആ രീതിയിൽ പങ്കുവയ്ക്കുവാൻ, ആ കൊച്ചുപയ്യൻ അവന്റെ അരികിൽ വന്ന് അത് പരിശോധിക്കുമ്പോൾ അവന്റെ കയ്യിലുള്ളതായിരിക്കുന്ന 5 അപ്പവും 2 മീനും അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയും ആ കുഞ്ഞിന്റെ പങ്കിടുവാനായിട്ടുള്ള മനസ്സ്. ഒരു ശിഷ്യൻ, ഒരു പഠിക്കുന്ന വിദ്യാർത്ഥി തനിക്കുള്ളതിനെ പങ്കിടുമ്പോഴാണ് അത് അഭിവൃദ്ധി പ്രാപിക്കുന്നത് എന്ന് മറന്നു പോകരുത്. നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവ് മറ്റുള്ള ആളുകളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളുടെ അറിവും എല്ലാവരെയും അറിവ് അതനുസരിച്ച് വളരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ കടന്നു വരുന്നതായിരിക്കുന്ന ഒരു അധ്യയന വർഷത്തില് ഇപ്പോൾ ഈ പ്രോഗ്രാമിന് ശേഷം നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന ആ പ്രോഗ്രാമുകളിൽ എല്ലാം നിങ്ങളുടെ കഴിവ് തെളിയിക്കുന്ന അവസരങ്ങളാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഏറെ സ്നേഹവും ബഹുമാനവും ഉള്ളതായിരിക്കുന്ന
ജെസ്സി മാഡത്തെ ഞാൻ ഈ സമയത്ത് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ നിറകുടം തുളുമ്പുകയില്ല എന്ന് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങേയറ്റത്തെ കടന്നു നിന്ന് പ്രവർത്തിക്കാനായിട്ട് അനേക അറിവുകൾ, അനേക കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ചെയ്തു കൊടുക്കുവാനായിട്ട് സാധിച്ച ഒരു മാന്യ ദേഹമാണ് നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട്, വളരെ ഹമ്പിളായിട്ട് ഇടപെടുവാൻ സാധിക്കുന്ന നമ്മുടെ ജെസ്സി മാഡം. തീർച്ചയായിട്ടും ഈ ഉദ്ഘാടനത്തിന് പ്രിയപ്പെട്ട ജെസ്സി മാഡത്തിന് ലഭിച്ച സന്തോഷമായിട്ട് കരുതുന്നു. ഈ സമയത്ത് ജെസ്സി മാഡം നമ്മുടെ ഈ പ്രോഗ്രാം ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതായിരിക്കും. ഇന്നത്തെ ഈ വാർഷിക യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ റോയ് അച്ഛൻ, സ്നേഹമുള്ള ചർച്ച് വാർഡൻ, ഹോസ്റ്റൽ വാർഡൻ, സ്നേഹമുള്ള ബിജി ടീച്ചർ, റാണി ടീച്ചർ, ഇവിടെ അച്ഛനൊപ്പം സ്കൂളിൽ കിടന്നു വന്നിരിക്കുന്ന ലിസി കൊച്ചമ്മ, സ്നേഹമുള്ള അധ്യാപകരെ, പൂർവ്വ വിദ്യാർത്ഥിയായി കടന്നു വന്നിരിക്കുന്ന സ്കൂളിനെ മറക്കാത്ത പേര് ജോൺസൺ. എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിൽ. എൻ്റെ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മറ്റ് ബഹുമാന്യരെ, സ്നേഹമുള്ളവരെ, ഇന്ന് ഞാനിവിടെ വരുന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, കഴിഞ്ഞ നിങ്ങളുടെ പെരുന്നാളിൻ്റെ അന്ന് ഞാനിവിടെ സ്കൂൾ വിസിറ്റിനായി വന്നിരുന്നു. അപ്പം ഞാൻ വാളകം സ്കൂളിൽ കയറിയിട്ട് ഇങ്ങോട്ട് വരാം, ഇവിടെ ലാസ്റ്റ് കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിള്ളേരോട് ഇരുന്നിട്ട് പോകാത്ത എഴുതിയിട്ട് വന്നപ്പോൾ ഇവിടെ പെരുന്നാൾ പ്രമാണിച്ച് സ്കൂളിന് അവധി കൊടുത്തുകൊണ്ട് എനിക്ക് സ്കൂളിനകത്ത് കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ ടീച്ചർ വിളിച്ചപ്പോൾ വരാനിടയായത്. ആദ്യമായിട്ട് ഈ രണ്ട് സ്കൂളുകളിലും ഇവിടുത്തെ ലോക്കൽ മാനേജർ നിലയിൽ റോയ് അച്ഛനോടൊപ്പം ചേർന്ന് നിന്ന് ചർച്ച് വാർഡൻ, PTA ചർച്ച് കമ്മിറ്റി, PTA കമ്മിറ്റി, MPTA കമ്മിറ്റി, ഇവിടുത്തെ അഭ്യുദയകാംക്ഷികൾ എല്ലാവരും ചെയ്ത് കൊടുത്ത കഴിഞ്ഞ ഒരു വർഷത്തെ എല്ലാ സഹായങ്ങൾക്കും ഞാൻ നമ്മുടെ തിരുമേനിക്ക് വേണ്ടി നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. ഇരുമാപ്ര സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ അപ്പന് 4ാം ക്ലാസ് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അപ്പൻ പഠിച്ച സ്കൂളാണിത്. ഇച്ചിരി ഉഴപ്പനായിരുന്നുകൊണ്ട് 4ാം ക്ലാസ് കൊണ്ട് നിർത്തേണ്ടി വന്നെങ്കിലും നല്ല ബുദ്ധിശാലിയും നല്ല കഴിവും ഒക്കെയുള്ള ആളായിരുന്നു എൻ്റെ അപ്പൻ. അപ്പോൾ അങ്ങനെ എൻ്റെ അപ്പൻ പഠിച്ച ഒരു സ്കൂളിൽ നിന്നുകൊണ്ട് ഒരു പ്രസംഗം എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ എല്ലാ കലാപ്രകടനം കാണുവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. നല്ല നല്ല കലാപ്രകടനം കാഴ്ചവെച്ച് എല്ലാവരെയും സന്തോഷിപ്പിക്കുക. നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ഞാൻ ഇന്നത്തെ ഈ വാർഷിക ഉദ്ഘാടനത്തിനായി അറിയിക്കുന്നു. ആശംസകൾ അർപ്പിക്കുന്ന സമയമാണ്. ആദ്യമായിട്ട് ശ്രീ ജിമ്മി ജോർജ്, PTA പ്രസിഡന്റ്. നമ്മുടെ പ്രിയപ്പെട്ട റോയ് മോനച്ചൻ, ജെസ്സി മാഡം, ബിജി ടീച്ചർ, റാണി ടീച്ചർ, കൈക്കാർ ടീച്ചേഴ്സ്, PTA പ്രസിഡന്റ്, നമ്മുടെ സ്കൂൾ PO ജോൺസൺ സാറ്, തീർച്ചയായും എല്ലാവരുടെയും സാന്നിധ്യം സന്തോഷം തരുന്നതാണ്. ഒരു അധ്യയന വർഷവും കൂടെ പടിയേറുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷം നൽകുന്ന നിമിഷം. ബൈബിളിൽ പറയുന്നു, ഒരു മനുഷ്യൻ്റെ ആകെ ആയുസ് എന്ന് പറയുന്നത് 70-80 വയസ്സ്. അത് നിഴൽ പോലെ കടന്നു പോകുന്നു എന്നും പറയുന്നു. ഒരിക്കൽ ഞങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊളിറ്റിക്സ് പഠിക്കുന്ന കിരൺ സാർ ഞങ്ങളോട് ചോദിച്ചു, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം ഏതാണ്? ഞങ്ങൾ തന്നെ ഞങ്ങളൊരു 5-6 പേര് ആൻസർ പറഞ്ഞു. ബുക്കുകൾ വായിക്കണം, പത്രം വായിക്കണം, എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഈ സമയത്ത് ആശംസ അർപ്പിക്കാനായിട്ട് ഇരുമാപ്ര സെന്റ് പീറ്റേഴ്സ് സഭയുടെ ചർച്ച് വാർഡനായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ റോബിൻ ഐസക്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എത്രയും പ്രിയപ്പെട്ട ജെസ്സി മാഡം, പ്രിയങ്കരനായ അച്ഛൻ, PTA പ്രസിഡന്റ്, ടീച്ചർമാർ,
കുട്ടികൾ, രക്ഷകർത്താക്കൾ, ബാക്കിയുള്ള ടീച്ചേഴ്സ്, സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരും ഈ സ്കൂളിലേക്ക് കയറി വന്നപ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാനുള്ളൊരു ജോൺസൺ സാറിനെ ഞാൻ വിട്ടുപോയി. സ്കൂളിലേക്കൊക്കെ കയറി വരുമ്പോൾ നമ്മളെപ്പോഴും ഞാനിങ്ങനെ മൂളി പാടുന്നൊരു പാട്ടാണ്, എനിക്ക് ഏറ്റവും ഒരു കവിതയാണ്. അതിൻ്റെ അകത്ത് ഒരു വട്ടം കൂടിയ പഴയ വിദ്യാലയ തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്നും പറഞ്ഞ് എല്ലാവരുടെ മനസ്സിലുണ്ട്. ജോസുകുട്ടിയൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ സ്കൂളും മനുഷ്യനുമായി ഒരു ഭയങ്കരമായ ബന്ധങ്ങളുണ്ട്. ഞാൻ തന്നെയാണെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇരുന്നപ്പോൾ ഓർക്കുമായിരുന്നു, ഇതിലൂടെ ഓടിക്കളിച്ചതും ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടിയതും ഒക്കെ ഓർക്കുമായിരുന്നു. എൻ്റെ പപ്പായും ഈ സ്കൂളിൽ തന്നെയാണ് വിദ്യാഭ്യാസം കഴിഞ്ഞത്. അത് ഞാനും ഇവിടെ തന്നെയായിരുന്നു, എൻ്റെ കുഞ്ഞും ഇവിടെ ആയിരുന്നു. അവനെ കൊണ്ടുവന്ന് വിടാൻ താമസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജോലിപരമായിട്ട് ഇവിടെയൊന്നും അല്ലായിരുന്നു, പുറത്തൊക്കെ ആയിരുന്നു. എന്നാൽ പോലും ഇവിടെ വിദ്യാഭ്യാസം കൊടുക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അവന് ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്നൊക്കെ ഞങ്ങളെപ്പോഴും പറയാറുണ്ട്. അത് ടീച്ചർമാരുടെയും ഒക്കെ വലിയൊരു പ്രയത്നമാണ് എന്നുള്ളത്. പിന്നെ ഞാൻ ഈ സ്കൂളിലേക്ക്, ഈ മുറിയിലേക്ക് കയറി വന്നപ്പോൾ ഈ ഒരുപാട് എക്സിബിഷന് വെച്ചിരിക്കുന്ന പോലെയുള്ള ആയിരുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ മധ്യത്തിൽ പ്രോഗ്രാം തീരുമാനങ്ങൾ കടന്നു വന്നതായിരിക്കുന്ന ജോൺസൺ സാറ് നല്ല ഒരു യൂട്യൂബ് ചാനൽ അദ്ദേഹത്തിനുണ്ട്. ഏകദേശം 15,000-ലധികം വ്യൂവേഴ്സ് ഉള്ളതായിരിക്കുന്ന ഒരു ചാനൽ. അദ്ദേഹത്തിൻ്റെ സഹോദരനുമായിട്ട് ഞാൻ 1986 മുതൽ നല്ല ബന്ധമുണ്ട്, സോണിയുമായിട്ട്. എന്നാൽ ഇദ്ദേഹത്തെ ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്, പിന്നീട് കണ്ടിട്ടില്ല. ഇപ്പോഴും SI ആയിട്ട് റിട്ടയർഡ് ആയതിനു ശേഷമാണ് വീണ്ടും, അതിനു മുമ്പും കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹത്തിന് സാറുണ്ടായിരുന്നു, മോളുടെ വിവാഹത്തിന്. പ്രിയപ്പെട്ട മക്കളുടെ ഭവനത്തിലാണ് അനുവിനെ വിവാഹം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ ഓർത്തൊരു കാര്യം, അദ്ദേഹം യൂട്യൂബറാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് അദ്ദേഹം ഇവിടെ വന്നതായിരിക്കുന്ന സമയത്ത് അറിഞ്ഞ് എന്നോട് രാവിലെ ഒന്ന് ചോദിച്ചാൽ ആ പ്രോഗ്രാം ഞാനിങ്ങനെ കവർ ചെയ്തോട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമാണല്ലോ. വളരെ സന്തോഷത്തോടെ ഞാൻ സമ്മതിച്ചു. അങ്ങനെയാണ് അദ്ദേഹം അവിചാരിതമായിട്ട് അദ്ദേഹം നേരത്തെ പ്ലാൻ ചെയ്തു, പക്ഷേ നമ്മൾ അത് അറിഞ്ഞില്ല എന്ന് മാത്രം. ആ കാണിച്ച വലിയ മനസ്സ് പ്രത്യേകമായിരിക്കും നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ നാളുകളിൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്ന കൂട്ടത്തിൽ സാർ നമ്മുടെ ജൂബിലി കമ്മിറ്റിയുടെ മീഡിയ വർക്കിൽ ഉള്ള ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു മധ്യവേനൽ അവധിക്കാലത്തിൽ സ്കൂളിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാണ്ട് സാധിക്കട്ടെ. നമുക്ക് പലപ്പോഴും നമ്പറാണ് നമുക്ക് അതിന് മുമ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്. പിള്ളേർ ഇല്ലാത്തതുകൊണ്ട് ഇത്രയും പൈസ നമ്മൾ മുടക്കണോ എന്നൊരു ചിന്ത ചില സമയങ്ങളിൽ ഉണ്ടാകും. എന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു കാലാവധിക്ക് സാധ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സാറിന് നന്ദി, സ്നേഹത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ പഠിച്ച് 1969 എനിക്കന്ന് 1 വയസ്സാകുന്നുള്ളൂ. 68 ഞാൻ ജനിച്ചത്. അപ്പോൾ 69 സാറിവിടെ പഠിക്കുന്നു. അപ്പോൾ വളരെ സന്തോഷം സാറ് കടന്നു വന്നതിൽ, പ്രത്യേകിച്ച് ഈ ഒരു ചാനൽ ആ കാര്യങ്ങൾ കാണിക്കുന്നതിൽ പ്രത്യേകമായി നന്ദി അറിയിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് സമ്മാനദാനത്തിലേക്ക് പ്രവേശിക്കാം. ടീച്ചർ ഈസ്റ്റ് കേരള ഡയസിസ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള എല്ലാ സ്കൂളുകളെയും ഉൾപ്പെടുത്തി വിവിധ മത്സരങ്ങൾ നടത്തുകയുണ്ടായി. അതിൽ നമ്മുടെ സ്കൂളിൽ നിന്നും ചില കുട്ടികൾ പങ്കെടുത്തു. അതിൽ ഇംഗ്ലീഷ് റെസിറ്റേഷൻ ഫസ്റ്റ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്ന ആഞ്ചലിറ്റോ ചാക്കോ ജോസഫ്. സമ്മാനം കൊടുക്കുന്നതിനായി ജെസ്സി മാഡത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. English speech second prize Sharon S. Local manager Urdu Padyanjalal second prize Anne Mary Sam. സമ്മാനം നൽകുന്നതിനായി ലോക്കൽ മാനേജർ റവറൻ റോയ്മോൻ അച്ഛനെ ക്ഷണിക്കുന്നു.
ഈരാറ്റുപേട്ട BRCയുടെ ഭാഗമായി നടത്തിയ സബ് ജില്ലാതല സയൻസ് ഫെസ്റ്റിൽ ഇവിടെ നിന്നും അശ്വിൻ കെ അനൂപ് പങ്കെടുക്കുകയുണ്ടായി. സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നതിനായി അശ്വിനെ ക്ഷണിക്കുന്നു. സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി ചർച്ച് വാർഡൻ റോബിൻ ഐസക് സാറിനെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ BRCയുടെ ഭാഗമായി നടത്തിയ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് 2 ഡേ വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത അശ്വിൻ കെ അനൂപിന് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനായി PTA പ്രസിഡന്റ് ജിമ്മി തോമസ്. അടുത്തതായിട്ട് നമ്മുടെ ഒരു ചെറിയ ഒരു സ്നേഹോപഹാരം നമ്മൾ കൊടുക്കുവാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട റോയി അച്ഛന് കൊടുക്കുന്നുണ്ട്. 3 വർഷക്കാലം നമ്മളോടൊപ്പം അച്ഛനുണ്ടായിരുന്നു. ഏത് കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഞങ്ങളെ സഹായിച്ച് ഞങ്ങളുടെ ഒപ്പം നിന്ന അച്ഛന് ഞങ്ങളുടെ ഒരു ചെറിയ ഒരു സ്നേഹോപഹാരം ഞങ്ങൾ നൽകുന്നുണ്ട്. അത് കൊടുക്കുവാൻ ഞാൻ PTA പ്രസിഡന്റിനെയും സ്കൂൾ മാനേജർ ജെസി മാഡത്തിനെയും അതുപോലെ LP സ്കൂളിനെ പ്രതികരിച്ച് LP സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് റാണി ടീച്ചറിനെയും ചർച്ച് വാർഡിനെയും ക്ഷണിക്കുന്നു. അത് സ്വീകരിക്കാനായിട്ട് അച്ഛനെ ക്ഷണിക്കുകയാണ്. സ്വീകരിച്ചതിന് അച്ഛനോട് നന്ദി പറയുന്നു. അടുത്തത് LP സ്കൂളിൻ്റെ മൊമെൻ്റോ അല്ല, ഞങ്ങളൊരു സ്നേഹം അത്രേ ഉള്ളൂ. കൊച്ചുമ്പേ കൂടി മുന്നോട്ട് വരാമോ? മൊമെൻ്റോ അല്ല, ഞങ്ങളൊരു സർപ്രൈസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിലും സർപ്രൈസാണ്. അതിനുവേണ്ടി ഞങ്ങളെ സഹായിച്ചത് അനുവാണ്. അനു കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് LP സ്കൂളിൽ നമ്മളെ സഹായിക്കുന്നുണ്ടായിരുന്നു. ഒരു ടീച്ചർ എന്നതിലുപരി എൻ്റെ ഒരു കൂടപ്പിറപ്പിനെ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ സ്കൂളിനെയും നമ്മുടെ സഭയെയും സ്നേഹിച്ചു. അതുകൊണ്ട് അനുവിനെയും ഇങ്ങോട്ടൊന്ന് ക്ഷണിക്കുന്നു. അച്ഛനും അച്ഛൻ്റെ മോളും ഈ ഒരു സ്നേഹോപകാരം ഏറ്റുവാങ്ങണമെന്ന് ഏറ്റവും താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും കാണാം. ഇത് വേറെ ഒന്നുമില്ല, നമ്മുടെ അച്ഛൻ്റെ എല്ലാവർക്കും ഫോട്ടോയാണ്, വേറെ അധികമൊന്നുമില്ല. എന്നാലും ഞങ്ങളുടെ ഒരു സന്തോഷം. അടുത്തതായിട്ട് നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. എല്ലാവരും റെഡിയാണല്ലോ? എല്ലാവരും റെഡിയാണല്ലോ? അതെ, അതിൻ്റെ കലാപരിപാടികൾ അവതരിപ്പിക്കാനായിട്ടും അത് പറയാനായിട്ടും നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ്.